വാർത്തകൾ വിശദമായി. കോഴ വാങ്ങാൻ അവസരമില്ലാതാക്കിയതിന്റെ അസ്വസ്ഥതയാണ് സ്വാശ്രയ സമരത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി. സ്വാശ്രയ കോളേജുകളിൽ പാവപ്പെട്ട കുട്ടികളുടെ ഫീസ് കുറച്ചതിൽ ₹1 പോലും കൂടുതൽ വാങ്ങാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരാറിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടിയെടുക്കും. ഫീസ് ഘടനയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തോന്നിയതുപോലെ കോഴ വാങ്ങി പ്രവേശനം നടത്തിയിരുന്ന പതിവ് രീതി അവസാനിപ്പിച്ചതിൽ അസ്വസ്ഥതയുള്ളവരാണ് സ്വാശ്രയ സമരത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 25,000 എന്ന കുറഞ്ഞ ഫീസ് നിരക്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നിലവിലെ കരാർ അനുസരിച്ച് പ്രവേശനം നേടാം. ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ വലിയ തോതിൽ കാശ് വാങ്ങി നല്ല റാങ്ക് ഉണ്ടെങ്കിലും ആ കുട്ടിയെ പിന്നിലാക്കി പണത്തിൻ്റെ സ്വാധീനത്തിൽ പ്രവേശനം അനുവദിക്കുന്ന നില നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. മുൻപ് കാശ് വാങ്ങി തോന്നിയതുപോലെ പ്രവേശനം നടത്തിയിരുന്ന രീതിയാണ് തിരുത്താൻ കഴിഞ്ഞത്. ഇതിലെന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? സമരം പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. ജനശ്രദ്ധ നേടാനാണ് നിയമസഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുന്നത്. സമരം ജനമധ്യത്തിൽ ഒറ്റപ്പെട്ടു, ജനപിന്തുണയില്ല. അപ്പോൾ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്നതിലൂടെ ഈ സമരം ശ്രദ്ധിക്കാത്ത ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരിക. ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണ് കരിങ്കൊടി കാണിച്ചതെന്ന നിയമസഭയിലെ പരാമർശത്തിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകി. അപ്പോൾ ആ രണ്ട് പേര് ഞാനപ്പോൾ ധരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സേ അല്ല എന്നാണ്. കാരണം യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘടനയല്ലേ. അവരൊരു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ വെറും 2 പേര് മാത്രമായിട്ട് വരുമോ അവർ? ഫീസ് ഘടനയിൽ ഇനി മാറ്റം വരുത്തില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭയിൽ ചാനലുകളെക്കുറിച്ച് പറഞ്ഞത് തന്റെ തോന്നലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്റെ അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞല്ലോ. ഞാൻ കണ്ടോൺമെൻറ്റ് ഗേറ്റ് കഴിഞ്ഞ് ഒരു 1:15 കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഇടത്തു ഭാഗത്തുകൂടെ അവരിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, 2 സുഹൃത്തുക്കൾ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇതെന്താ ഇവരിങ്ങനെ ചാടി വരുന്നു, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയല്ലേ, അപ്പോൾ ഇങ്ങനെ ചാടി ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ഈ വലത്തു ഭാഗത്ത് നോക്കുമ്പോൾ 2 പേരെ കാണുകയാണ്. അപ്പോൾ ആ 2 പേര് ഞാനപ്പോൾ ധരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സേ അല്ല എന്നാണ്. കാരണം യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘടനയല്ലേ. അവരൊരു മുഖ്യമന്ത്രിക്കെതിരെ കരിക്കൊടി കാണിക്കാൻ വെറും 2 പേര് മാത്രമായിട്ട് വരുമോ അവർ? അതാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു തീരട്ടെ. അപ്പോൾ ചാനലിൽ ചില ബിരുദന്മാർ പല കാര്യങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട്. ചില വിദ്യകൾ ഒപ്പിക്കാൻ പലരുടെ ബിരുദന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിരിക്കും നടന്നിട്ടുണ്ടാകുക എന്ന് എൻ്റെ തോന്നൽ ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതല്ല ഞങ്ങൾ തന്നെ സമരം നടത്തിയതാണെന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിൽ തർക്കം വന്നിരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ UDF ഹർത്താലിനിടെ വ്യാപക അക്രമം. കഴക്കൂട്ടത്ത് രോഗികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഹർത്താൽ അനുകൂലികൾ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു. ഇരുചക്ര വാഹനക്കാർക്ക് നേരെ പോലും അതിക്രമം നടന്നു. സ്ത്രീകളെയും കുട്ടികളെയും അസഭ്യം പറഞ്ഞ് ഓടിച്ചു. പല സർക്കാർ സ്ഥാപനങ്ങളും തല്ലി തകർത്തു. സമീപകാലത്ത് തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ അക്രമമാണ് ഇന്ന് ഹർത്താലിനിടെ നടന്നത്. രാവിലെ സമരം ആരംഭിച്ചപ്പോൾ മുതൽ ഹർത്താൽ അനുകൂലികൾ വ്യാപക ആക്രമണമാണ് തിരുവനന്തപുരം ജില്ലയിൽ അഴിച്ചുവിട്ടത്. ഹർത്താൽ ആരംഭിച്ചപ്പോൾ തന്നെ കാട്ടാക്കട കിള്ളിയിൽ സമരാനുകൂലികൾ KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞു. ബാലരാമപുരം, നെടുമങ്ങാട്, മംഗലപുരം, നെയ്യാറ്റിൻകര, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പല സ്ഥലത്തും കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് അക്രമങ്ങൾ നടന്നത്. പാറശാലയിൽ മുൻ MLA AT ജോർജിന്റെ നേതൃത്വത്തിൽ KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. കഴക്കൂട്ടത്ത് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി വന്ന ബസ് കഴക്കൂട്ടത്ത് വെച്ച് സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് ജനം പ്രതിഷേധിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കിനെ ബേക്കറി ജംഗ്ഷനിൽ തടയാൻ ശ്രമമുണ്ടായി. പോങ്ങുമൂട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിനുള്ളിൽ അതിക്രമിച്ച് കയറിയ സമരാനുകൂലികൾ 4 കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്തു. കാട്ടാക്കട KSRTC ബസ് ഡിപ്പോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. പാളയം ജംഗ്ഷനിൽ തമ്പടിച്ച കോൺഗ്രസ് പ്രവർത്തകർ പല വാഹനങ്ങളുടെയും കാറ്റഴിച്ചുവിട്ടു. ഇരുചക്ര വാഹനങ്ങളെ പോലും സമരാനുകൂലികൾ തടഞ്ഞു. തടഞ്ഞവയിൽ പാങ്ങോട് പട്ടാള ക്യാമ്പിലെ വാഹനവും ഉൾപ്പെടുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ ATM കേന്ദ്രങ്ങൾ അടപ്പിക്കാനും ശ്രമിച്ചു. സ്റ്റാച്യു ജംഗ്ഷനിലെ BSNL ഓഫീസിനുള്ളിൽ കടന്ന പ്രവർത്തകർ ഡിപ്പോ തല്ലി തകർത്തു. വർക്കല CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി പ്രസന്നന്റെ മാരുതി കാർ സമരാനുകൂലികൾ തല്ലി തകർത്തു. തടസ്സം പിടിക്കാനെത്തിയ വർക്കല MLAയുടെ PA സുനിൽ മർഹബയെ മർദ്ദിച്ചു.
മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി പ്രഭാവർമ്മ സഞ്ചരിച്ചിരുന്ന വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു അദ്ദേഹത്തെ റോഡിലിറക്കി വിട്ടു. എന്നാൽ ഹർത്താലിനെ വകവെക്കാതെ നിരവധി സർക്കാർ ഓഫീസുകളാണ് തുറന്നു പ്രവർത്തിച്ചത്. സെക്രട്ടേറിയറ്റിലും പബ്ലിക് ഓഫീസിലും യൂണിവേഴ്സിറ്റിയിലും മിക്ക ജീവനക്കാരും ഹാജരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ഹർത്താൽ നിയന്ത്രണ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചവർ തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഹർത്താൽ നടത്തി രോഗികളെയും നിസ്സഹായരായ ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. നോട്ടീസും അയച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഹർത്താൽ കാരണം ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെയും അവ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിച്ച നടപടികളെയും കുറിച്ച് വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച ചീഫ് സെക്രട്ടറി, DGP എന്നിവർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ PK രാജു നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. കേസ് അടുത്ത മാസം പരിഗണിക്കും. സ്വാശ്രയ പ്രശ്നത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുമ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. സ്വാശ്രയ പ്രവേശനത്തിലെ സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി ആരോഗ്യമന്ത്രി KK ശൈലജ. സർക്കാരിന്റെ കരാറിനെതിരെ ഇതുവരെ പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പരാതി സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് മെറിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും മാനേജ്മെൻറ്റ് വിരുദ്ധമായി നിൽക്കുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ ആ പരാതിക്കാരുടെ കൂടെയാണ്. ഒരു കോളേജിനോടും ഒരു താല്പര്യവും പ്രത്യേകിച്ച് ഈ സർക്കാരിനില്ല. സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടും സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഫീസ് വർദ്ധിപ്പിച്ച് മാനേജ്മെന്റുകളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരും മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പ്രവേശനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം ഒന്നും മിണ്ടരുത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തലവരിപ്പണം വാങ്ങുന്നത് ഇല്ലാതാക്കുകയായിരുന്നു സ്വാശ്രയ കരാറിലൂടെ സർക്കാരിന്റെ ലക്ഷ്യമെന്ന DYFI. ഫീസ് വർധനവിനോട് യോജിക്കുന്നില്ലെന്നും DYFI. ഞങ്ങൾ അതിനെ സമഗ്രമായി കാണുന്നു. എങ്ങനെ BPL SC/BC കുട്ടികൾക്ക് കൂടുതലായി ചുരുങ്ങിയ ഫീസിൽ പഠിക്കാം. 8.5 ലക്ഷം ഫീസ് കൊടുക്കേണ്ടിയിരുന്ന കുട്ടികൾ ഇപ്പോൾ 2.5 ലക്ഷത്തിന് പഠിക്കാം. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ഫീസും വർദ്ധിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ക്യാപിറ്റേഷൻ ഫീസ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. സ്വാശ്രയ വിഷയത്തിൽ സുപ്രീംകോടതി നിലപാട് പ്രായോഗികമെന്ന് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ പറഞ്ഞു. ഈ വിദ്യാർത്ഥികളെ ഇത്രയധികം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സന്ദർഭമുണ്ടായി 25,000 രൂപ ഫീസിന്. അതാണല്ലോ ഏറ്റവും മുഖ്യം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് സുപ്രീം കോടതി തോറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ എന്ത് പറ്റിയാൽ ഇതേ പ്രതിപക്ഷം പറയും ഗവൺമെൻറ്റിൻ്റെ വമ്പിച്ച പരാജയമാണ്, അതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവി അവതരണത്തിലെ. ന്യൂസ് ഡെസ്ക്. സ്വാശ്രയ പ്രവേശന വിഷയത്തിൽ UDF MLA മാർ നിയമസഭയിൽ നടത്തുന്ന സമരം തുടരണമോ എന്ന് നാളെ തീരുമാനിക്കും. ഇതിനായി നാളെ അടിയന്തര UDF നേതൃയോഗം ചേരും. നാളെ വൈകിട്ട് 3-നാണ് യോഗം നടക്കുന്നത്. സ്വാശ്രയ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിലാണ് സമരം തുടരുന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, അനൂപ് ജേക്കബ് എന്നിവരാണ് നിയമസഭയിൽ നിരാഹാര സമരം നടത്തുന്നത്. സ്വാശ്രയ പ്രവേശന വിഷയത്തിൽ UDF MLA മാർ നിയമസഭയിൽ നടത്തുന്ന സമരം തുടരണമോ എന്ന് നാളെ തീരുമാനിക്കും. ഇതിനായി നാളെ അടിയന്തര UDF നേതൃയോഗം ചേരും. നാളെ വൈകിട്ട് 3-നാണ് യോഗം. സ്വാശ്രയ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിലാണ് സമരം തുടരുന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, അനൂപ് ജേക്കബ് എന്നിവരാണ് നിയമസഭയിൽ നിരാഹാര സമരം നടത്തുന്നത്. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് 3 പ്രതിപക്ഷ MLA മാർ നിയമസഭയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും 2 MLA മാർ അനുഭാവ സത്യാഗ്രഹ സമരവും ആരംഭിച്ചു. മതപരമായ കാരണങ്ങളാലാണ് ലീഗ് MLA മാർ നിരാഹാര സമരം നടത്താത്തത്. അതേസമയം സ്വാശ്രയ വിഷയം ഉന്നയിച്ച് വരും ദിവസങ്ങളിൽ നിയമസഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായി. സ്വാശ്രയ കോളേജ് പ്രവേശന വിഷയം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരങ്ങൾ വിജയം കാണാത്തതിനെ തുടർന്ന് വിഷയം നിയമസഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ UDF യോഗം തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ച് UDF നിയമസഭാ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നിയമസഭാ നടപടികൾ ചോദ്യോത്തരവേള മുതൽക്കേ തടസ്സപ്പെടുത്തി സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ തീരുമാനമെടുത്തു. ഇതിനു പുറമെ ഹൈബി ഈഡൻ, ഷാബി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നീ MLA മാർ സഭയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും KN ഷാജി, ഷംസുദ്ദീൻ എന്നിവർ അനുഭാവ സത്യാഗ്രഹവും നടത്താനും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷം ശൂന്യവേളയിലും പ്രതിഷേധം തുടർന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയ്ക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നവരുടെ വിശദാംശം സഭയിൽ അറിയിച്ചു. തുടർന്ന് സഭാ നടപടികൾ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. സർക്കാരിൻ്റെ ഈ തെറ്റായ നടപടി ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 3 MLA-മാർ ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്രീ ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നീ 3 MLA-മാർ
ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാരം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച ശേഷമാണ് MLA-മാർ നിയമസഭയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത്. സമരം നടത്തുന്നവർക്കൊപ്പം VD സതീശൻ MLA ഒഴികെയുള്ളവരെല്ലാം കവാടത്തിലിരുന്നു. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങൾ ചോദിക്കാതെ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ KM മാണിക്കൊപ്പമെത്തി സമരം നടത്തുന്നവർക്ക് അഭിവാദ്യം അർപ്പിച്ചു മടങ്ങി. PC ജോർജ് MLA-യും സമരക്കാർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ മറന്നില്ല. നിരാഹാര സമരം കണ്ടെങ്കിലും ഭരണപക്ഷം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രതിപക്ഷം. കൂടാതെ വരും ദിവസങ്ങളിലെ സഭാ നടപടികളും സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. UDF-ന്റെ മദ്യനയ പ്രകാരം ഒക്ടോബർ 2-ന് 10% ഔട്ട്ലെറ്റുകളാണ് പൂട്ടേണ്ടിയിരുന്നത്. നിലവിലെ സ്ഥിതി പുതിയ മദ്യനയം വരെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതി DPI വഴി നടപ്പാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. LDF സർക്കാരിന്റെ പുതിയ മദ്യനയം പ്രഖ്യാപിക്കും വരെ സംസ്ഥാനത്ത് ഇനി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ടതില്ല എന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. UDF സർക്കാരിന്റെ മദ്യനയം പ്രകാരം ഒക്ടോബർ 2-ന് 10% ഔട്ട്ലെറ്റുകളാണ് പൂട്ടേണ്ടിയിരുന്നത്. എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. നിലവിലുള്ള ഉത്തരവ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ ടിക്കറ്റ് തീപിടിച്ചു പോയതായ വാർത്ത. കായംകുളം കൊയ്പ്പള്ളി ശരണ്യ നിവാസിൽ വിശാലാണ് ഹതഭാഗ്യൻ. കഴിഞ്ഞ 19-ന് തൃശ്ശൂരിൽ നിന്ന് വിശാൽ എടുത്ത ബമ്പർ ടിക്കറ്റ് ചപ്പുചവറുകൾക്കൊപ്പം വിട്ട് കാർ തീയിട്ട് നശിപ്പിച്ചു. നറുക്കെടുപ്പ് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടിട്ടും 8 കോടിക്ക് അവകാശികൾ കൂടി എത്താതായതോടെ ടിക്കറ്റ് നഷ്ടപ്പെട്ട വിശാലും വിഷമത്തിലാണ്. ഓണം ബമ്പർ തുകയായ 8 കോടി രൂപ അടിക്കുമെന്ന പ്രതീക്ഷയിൽ വാങ്ങിയ ടിക്കറ്റ് മകൻ കളിപ്പാട്ടമാക്കാതിരിക്കാനാണ് തൻ്റെ മൊബൈൽ ഫോണിൻ്റെ കവറിനുള്ളിൽ അത് സൂക്ഷിച്ചു വെച്ചത്. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് വീടാകെ വൃത്തിയാക്കിയപ്പോൾ പഴയ ഫോൺ കവറും തീയിട്ട് നശിപ്പിച്ചു. വിശാൽ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് വീട്ടുകാർക്ക് ഈ അബദ്ധം പറ്റിയത്. ഈ തൃശ്ശൂർ നിന്ന് ജോൺസന്റെ ഏജൻസിയുടെ ലോട്ടറിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ ലോട്ടറി എൻ്റെ കയ്യിൽ നഷ്ടമായിട്ട് ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഓണത്തിന്റെ ആ വൃത്തിയാക്കലിൽ കത്തിച്ച് കളയാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഞാൻ ഒരു മൊബൈലിന്റെ ബോക്സിന് ഇട്ട് വെച്ചിരുന്നത് വീട്ടിൽ. കഴിഞ്ഞ ഓഗസ്റ്റ് 19-ന് തൃശ്ശൂരിലുള്ള സുഹൃത്തിന്റെ വിവാഹത്തിന് പോയ വഴിക്കാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ തൃശ്ശൂരിൽ നിന്നും വിശാൽ വാങ്ങിയത്. തൃശ്ശൂർ കുതിരാനിൽ നിന്നും സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റയാളിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. 8 കോടിയുടെ ഫലം പുറത്തു വന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും അവകാശികൾ വരാതിരിക്കുന്നതും വിശാലിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. UDF-ന്റെ മദ്യനയ പ്രകാരം ഒക്ടോബർ 2-ന് 10% ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ടിയിരുന്നു. നിലവിലെ സ്ഥിതി പുതിയ മദ്യനയം വരെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതി DPI വഴി നടപ്പാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. LDF സർക്കാരിന്റെ പുതിയ മദ്യനയം പ്രഖ്യാപിക്കും വരെ സംസ്ഥാനത്ത് ഇനി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ടതില്ല എന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. UDF സർക്കാരിന്റെ മദ്യനയം പ്രകാരം ഒക്ടോബർ 2-ന് 10% ഔട്ട്ലെറ്റുകളാണ് പൂട്ടേണ്ടിയിരുന്നത്. എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. നിലവിലുള്ള ഉത്തരവ് ഒക്ടോബർ 2-ാം തീയതി മുതൽ 10% പൂട്ടണമെന്നാണ്. അപ്പോൾ അതിനോട് LDF ഗവൺമെൻറ്റിന് യോജിപ്പില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ UDF ഗവൺമെൻറ് ഉള്ള സമയത്ത് തുറന്ന ഷോപ്പുകളെല്ലാമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ബാറായാലും മറ്റ് ഔട്ട്ലെറ്റുകളായാലും കൺസ്യൂമർ ഫെഡിൻ്റെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെയും നിയന്ത്രണത്തിലുള്ള ഔട്ട്ലെറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ഔട്ട്ലെറ്റുകളെല്ലാം ഇപ്പോൾ തുടരുക. പുതുതായിട്ടൊന്നും വേറെ തുറക്കുന്നൊന്നുമില്ല. നിലവിൽ പ്രവർത്തിക്കുന്നതൊട്ട് അടച്ചുപൂട്ടുന്നില്ല. 2017 ഏപ്രിലിന് മുൻപായി LDF സർക്കാരിന്റെ മദ്യനയം പ്രഖ്യാപിക്കും. UDF-ന്റെ മദ്യനയം ടൂറിസം മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ടൂറിസം മന്ത്രിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിച്ചായിരിക്കും നയം തയ്യാറാക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ കുട്ടികളുടെ സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതി DPI വഴി നടപ്പാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡിൽ 180 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 108 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാൻ 15 ഏക്കർ റവന്യൂ ഭൂമി സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.